കുട്ടിയെ അടിച്ചു എന്നും പറഞ്ഞ് കുട്ടിയുടെ മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ വന്ന് അടിക്കുന്നതാണ് വീഡിയോ. രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ദീനി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗുരുവിൻ്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയാക്കുന്നത്. ഒരു അധ്യാപകൻ്റെ മുമ്പിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി പഠിച്ച് നന്നാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് കുരുത്തക്കേട് കളിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കേണ്ടി വരും, പഠിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കേണ്ടി വരും. അതല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാട് മുഴുവൻ പണ്ഡിതന്മാരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളാണ് മോശമായി പോകുന്നത്. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഒരു പണ്ഡിതനും ഇതിന് നിൽക്കൂല. കാരണം നിങ്ങളെ മക്കളെ പഠിപ്പിക്കും വേണം, നിങ്ങളെ തല്ലും കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉസ്താദും അതിന് നിന്ന് തരൂല. സാധുക്കളായ മനുഷ്യന്മാരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ശിക്ഷിക്കുകയും ഇടങ്ങേറാക്കുകയും പിരിച്ചുവിടുകയും വേദനിപ്പിക്കുകയും കഷ്ടപ്പാടാക്കുകയും ചെയ്യുന്നതൊക്കെ ഒന്ന് നിർത്തിയാൽ നമുക്ക് നല്ലത്. ഒരു കാര്യം കൂടി പറയാം, അനാവശ്യമായി ഒരു കാര്യമില്ലാതെ ഏതോ ഒരു ദേശത്തിൻ്റെ പേരിൽ പക പോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പണ്ഡിതൻ്റെ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരു നിഷ്കളങ്കനായ ഒരു ആലിമിനെ അനാവശ്യമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവുമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഇടങ്ങേറും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ, മുസല്ല വിരിച്ചുകൊണ്ട് ആ പണ്ഡിതൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കള് ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ മക്കളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.